അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. നമ്മളെ വീഡിയോക്ക് കുറവാണ്, എന്താണെന്നൊന്നും അറിയില്ല. എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഒന്നും വലിയ രസമൊന്നും ഉണ്ടാവില്ല, അതായിരിക്കില്ലേ. പിന്നെ വർത്താനമൊന്നും തീരെ രസം ഉണ്ടാവില്ല അല്ലേ. വീഡിയോക്ക് കുഴപ്പമൊന്നുമില്ല, അത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ ആ വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിൽ സംസാരിക്കുമ്പോൾ അതിനൊരു ഭംഗിയൊക്കെ വേണ്ടല്ലേ. അതൊന്നും ഇല്ല കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അത് എന്താ പറയാൻ കാരണം എന്നറിയാൻ ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ യൂട്യൂബിന് എന്തോ സംഭവിച്ചോ, എൻ്റെ യൂട്യൂബിന് എന്തോ സംഭവിച്ചോ എന്നൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പം എന്താണ്, തീരെ ആളൊരു 50 പേര് പോലും കാണുന്നില്ല കേട്ടോ. എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല. എന്തുമല്ല, നമ്മളെ വർത്താനം തന്നെ ആർക്കും പറ്റുന്നില്ല. എന്താക്കാനാണ്. അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുക്കാൻ വിചാരിച്ചത്. അപ്പം നമുക്കിന്ന് രാവിലെ കുറച്ച് നമ്മൾ എന്താണ് പറയുക, വെള്ളപ്പത്തിൻ്റെ മാവുണ്ടായിന് കേട്ടോ. ഒരു 4 വെള്ളപ്പം ചുടാനുള്ള വെള്ളപ്പത്തിൻ്റെ മാവുണ്ടായിന്. അത് ഞാൻ ചുട്ടെടുത്ത് അവിടെ വെച്ചിരിക്കണം കേട്ടോ. അപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ ചുട്ട് അവിടെ വെച്ചതാണ്. ഇനി അഥവാ എൻ്റെ മോനിക്ക് നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ട്യൂഷനിക്കൊക്കെ പോവാണ്ട്. പിന്നെ നമ്മൾ കാക്കാൻ്റെ മോന് വന്നപ്പം ഓന് പെട്ടെന്ന് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ അളാമ്മൻ്റെ ഹജ്ജിനൊക്കെ പോകുമ്പം ഭക്ഷണമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പരിപാടിക്ക് പോയി. ഞാൻ അങ്ങനത്തെ ഇതിനൊക്കെ പോകുമ്പം പിന്നെ എൻ്റെ കൂടെ മൂത്ത മോനും വന്നിനി, പിന്നെ ചെറിയ മോനല്ലേ. അപ്പം നമ്മളെ വീട്ടിലുള്ള ചോറും കറിയൊക്കെ തന്നെ കഴിഞ്ഞിട്ടോ, വേറെ പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇനി. അപ്പം ഞാൻ എൻ്റെ മോനക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിന് കേട്ടോ, തറവാട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒന്നും ആക്കാതെ പോയതും. പിന്നെ എൻ്റെ ഉമ്മാക്കല്ലേ, ഉമ്മാക്ക് കഞ്ഞി മതി. അപ്പം എന്താണ്, നമ്മളവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവന് രാത്രി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് നെയ്ച്ചോറും എന്താണ് ബീഫിൻ്റെ കുറുമി കറിയൊക്കെ ഉള്ളതിന് കേട്ടോ. ഞാൻ വേഗം പോയിക്കാണ്ട് ചപ്പാത്തി വാങ്ങിയതാണ്. അപ്പോൾ ആ ചപ്പാത്തിൻ്റെ ബാക്കി 2 പേർക്ക് ചപ്പാത്തി വാങ്ങിനി. ആ ചപ്പാത്തിൻ്റെ ബാക്കിയാണ് ഇട്ടത്. അത് ഒരു 5 ചപ്പാത്തി ഉണ്ടായിനി. അപ്പോൾ അതും ഞാൻ ചൂടാക്കി വെള്ളപ്പം ചുട്ട്, പിന്നെ വെള്ളപ്പത്തിന് കുറച്ച് തേങ്ങാപ്പാലാക്കി, ചപ്പാത്തിക്ക് നല്ല മീൻ മുളകിട്ടുണ്ട് കേട്ടോ. ഈ മുളകിട്ട് ഇന്നും മുളകിട്ടൊന്നുമല്ല, ഇന്നലെ മുളകിട്ടതാണ്. അപ്പം അതൊക്കെ ഉണ്ടേനി. അപ്പം അതൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഇതാ നമ്മളെ ചപ്പാത്തിയൊക്കെ 3-4 ചുട്ട് കഴിഞ്ഞ് ഇനി അതൊക്കെ അവിടെ ആയി വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങാപ്പാൽ ഒരു ഭാഗത്ത് തേങ്ങയൊക്കെ അവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വേഗം തേങ്ങാപ്പാലാക്കട്ടെ. എൻ്റെ മോന് വന്നാൽ ചിലപ്പം നേരം വൈകിയാൽ സുയിപ്പാവും കേട്ടോ. അപ്പം അതൊക്കെ ഇതാ നമ്മൾ തേങ്ങാപ്പാലാക്കാൻ പോവാണ്. തേങ്ങാപ്പാൽ ഏത് ഫുഡിനും, നമ്മൾ ഓട്ടടക്ക്, വെള്ളപ്പത്തിന്, പിന്നെ ഒരു തരിപ്പപ്പോളുണ്ടല്ലോ, നമ്മൾ ഓട്ടട പോലെ തന്നെ ഒരു സാധനമുണ്ട് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന, അതിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ തേങ്ങാപ്പാൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാൽ നല്ല രസമാണ്. പിന്നെ സംഭവം തികയൂല കേട്ടോ. അപ്പം എൻ്റെ മോനക്ക് വെള്ളപ്പം വലിയ ഇഷ്ടമില്ല, മൂത്തവനക്ക്. അപ്പോൾ ഓനക്ക് ചപ്പാത്തിയും വെച്ച് ഞാനും ചെറിയ മോനും വെള്ളപ്പം തിന്നിട്ടോ. അപ്പോൾ അതാ നമ്മളെ ചപ്പാത്തിയൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കല്ലൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ആ ചൂടോടുക്ക് തന്നെ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ. അവിടെ ആ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്താൻ അങ്ങോട്ട് വെക്കും. പിന്നെ അപ്പം തന്നെ നമ്മൾ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ടാവും. നമ്മൾ പത്തിരി ചുട്ടാലും ചപ്പാത്തി ചുട്ടാലും എന്ത് ചുട്ടാലും ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് അപ്പം ഇങ്ങനെ ക്ലീൻ ആക്കിയാൽ നമുക്ക് പിന്നെ തീരെ പണികളുണ്ടാവില്ല കേട്ടോ. വലിയ ഭാരം തോന്നില്ല, പണികളിനൊന്നും ഭാരം തോന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര വട്ടാണല്ലേ പറയുന്നത്, ഇതൊക്കെ തന്നെ ആണല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അതാ എന്താണ്, നമ്മളതാ തേങ്ങാപ്പാൽ വലിയ തരിപ്പയിലാണ് കേട്ടോ. പെട്ടെന്ന് അത് നല്ലോണം തേങ്ങാപ്പാൽ ഇങ്ങോട്ട് പോന്നോട്ടെ വിചാരിച്ചിട്ടാണ്. ചെറിയ തരിപ്പയിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നിലത്തേക്ക് ചിന്തൊക്കെ ചെയ്യും. പിന്നെ നമ്മളിതാ അതൊക്കെ നല്ലോണം പിഴിഞ്ഞ് പിന്നെ നമ്മളിതാ ചെറിയ തരിപ്പയിലും ആക്കി. വലിയ തരിപ്പയിലാക്കുമ്പോൾ നല്ല വലിയ ചണ്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 തരിപ്പയിൽ തരിക്കലാണ് എന്തും, തേങ്ങാപ്പാലൊക്കെ തരിക്കും. അപ്പം നമ്മളിതാ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കാണ്ട് അത് വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇനി അവിടെയുണ്ട് കുറച്ച് തേങ്ങയും തേങ്ങാപ്പാലൊക്കെ നിലത്ത് ചിന്തിയത്. അതൊക്കെ അന്നേരം തന്നെ അങ്ങോട്ട് ആക്കിയാൽ നമുക്ക് പിന്നെ പണിക്ക് വലിയ ഭാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മൾ അടുക്കള എപ്പോഴും നീറ്റായിരിക്കും. പിന്നെ നമുക്കിത് കുറച്ച് പാത്രം ഉണ്ട് കഴിഞ്ഞിട്ടാ. നമ്മൾ തേങ്ങാപ്പാൽ എന്താണ് തരിച്ച 2 തരിപ്പയും പിന്നെ മിക്സിയും അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നുമില്ല. നമ്മൾ
പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെച്ചാൽ നമുക്ക് പാത്രങ്ങളും കഴുകുന്നത് കുറഞ്ഞ് കിട്ടും. പാത്രങ്ങൾ നമ്മൾ അന്നേരം കഴുകിയാലും ഒന്നായിട്ട് കൂട്ടി വെച്ചാലും പാത്രം ഒരുപാട് ഉണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ അന്നേരം കഴുകുമ്പം നമുക്ക് അത്ര ഭാരം തോന്നൂല എന്നാണ് കേട്ടോ പറയണത്. നമ്മൾ അടുക്കളയിൽ പണിയെടുത്താൽ എന്തായാലും എല്ലാ വീട്ടിലും ഒരുപാട് പാത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ആവുന്നതിനനുസരിച്ച് കഴുകിയാലാണ് നമുക്ക് അത്ര ഭാരം തോന്നൂല എന്ന് പറഞ്ഞ്. അപ്പോൾ അതാ നമ്മളെ വെള്ളപ്പവും ചപ്പാത്തിയും കട്ടൻ ചായയും മീൻ മുളകിട്ടും തേങ്ങാപ്പാലും ഒക്കെ നമ്മൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് തിരുമ്പാനുണ്ട് കേട്ടോ. വൈകുന്നേരം തിരുമ്പി ഉണക്കി വെച്ചതാണ്. പിന്നെ ചിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ബക്കറ്റിലിട്ട് വെച്ചാൽ ചിലപ്പം കുറച്ച് അടങ്ങനെ നിൽക്കും, മടിയാണ് കേട്ടോ. എല്ലാ പണിയും കഴിയുമ്പോൾ ചിക്കാന്ന് വിചാരിക്കും. പിന്നെ അതാ കുറച്ചും കൂടെ ഉണക്കാനിട്ടിനി അതൊക്കെ ഇങ്ങനെ ഉണക്കിക്കാണ്ട് നല്ലോണം കുടഞ്ഞിടണം കേട്ടോ. നമ്മൾ ഈ വാഷിംഗ് മെഷീനിലിടുമ്പം നമ്മളെ നല്ലോണം ചുരുണ്ടും പിന്നെ ആ ചേൽക്ക് നമ്മൾ ചിക്കിയാൽ ആ ചുരുളിച്ച് അതുപോലെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തിരുമ്പി കഴിഞ്ഞാൽ നല്ലോണം കുടഞ്ഞ് അങ്ങോട്ട് ഇട്ടാൽ പിന്നെ തിരുമ്പി ചിക്കുമ്പോഴൊക്കെ ഒന്ന് കുടഞ്ഞിട്ടാൽ നമുക്ക് ഇസ്തിരി ഇട്ട പോലെ തന്നെ ഉണ്ടാവും ഡ്രസ്സ് കേട്ടോ. അങ്ങനെ അതാ മക്കളെ നമ്മൾ ടേബിൾ മേലൊക്കെ കൊണ്ടുപോയി വെച്ച് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഒരാൾ വരാനാവുന്നുള്ളൂ, കുളിച്ച് മാറ്റി സുന്ദര കുട്ടപ്പനായി ഇങ്ങനെ റെഡിയായി കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയമാകുമ്പോൾ ഭയങ്കര വിശപ്പാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ ഒരു ഭയങ്കര പള്ളേന്ന് ഇങ്ങനെ ഗുളുഗുളാന്ന് പറഞ്ഞു കാണും. ഭയങ്കര സൗണ്ടും ഒരു കാളിച്ചൊക്കെ കേട്ടോ. അപ്പം ഞാൻ എന്താ തിന്നുന്നൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ഞാൻ ചപ്പാത്തിയാണ് തിന്നതെന്ന്. ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിലേറ്റ് പറഞ്ഞിരിക്കും തോന്നുന്നു വെള്ളപ്പം. ആ വെള്ളപ്പമാണ് തിന്നതെന്നൊക്കെ. അപ്പം 4 വെള്ളപ്പും 5 ചപ്പാത്തിയൊക്കെ ഇനി. അപ്പോൾ വെള്ളപ്പം ഞാൻ എടുക്കാത്തത് എൻ്റെ വലിയ മോൻക്ക് ചിലപ്പം തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പം വെള്ളപ്പത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ചിലപ്പോൾ തേങ്ങാപ്പാലുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാം. ഞാൻ ആകെ 4 വെള്ളപ്പല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ ഉണ്ട് ഇനി ആളിലൊക്കെ ഇങ്ങനെ ഫോൺ കൊണ്ട് കളിച്ചിരിക്കണം കേട്ടോ. കളിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് ലുഹാ നിസ്കരിച്ച് പിന്നെ നമ്മൾ തിരുമ്പിയത് ചിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മുകളിലെ റൂമാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കലുണ്ട്, കുഞ്ഞ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലത്ത് ഇവിടെ തന്നെ ഉണ്ടോ ചിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചിന് ഈ 2 ബക്കറ്റിലുള്ളത് ഇവിടെ സ്ഥലം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ എടുത്ത ദിവസം ഭയങ്കര നല്ല അടിപൊളി മഴയാണ്. പുറത്തേക്കൊന്നും അങ്ങോട്ട് നല്ല ഇരുടായി നിന്നിന്. ഈ സമയത്തൊക്കെ കുറച്ച് വെളിച്ചമുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഈ റൂമിൽ തന്നെ അവിടെ ചിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ ഈ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ അവിടെ മടക്കി വെക്കും കേട്ടോ. ഇപ്പം അങ്ങനെയാണ്. ഞാൻ മക്കളതൊക്കെ നല്ല നീറ്റായിക്കാണ്ട് മടക്കി വെച്ചിട്ടില്ല താഴോട്ട് കൊണ്ടുവന്ന് അൽമാറയൊക്കെ വെച്ചാൽ അത് പിറ്റേന്ന് അടിയിൽ നിന്നെടുത്ത് മുകളിലാക്കും, മുകളിൽ നിന്നെടുത്ത് അടിയിലാക്കും, ഒന്നായിട്ട് കുഴച്ച് മറി. ഇവിടുന്ന് അങ്ങനെ തന്നെയാണ്. മടക്കി വെച്ചതൊക്കെ ഉണ്ടാവും, തിരുമ്പി ഇട്ട സ്ഥലത്ത് അതിലുണ്ടാവും. തിരുമ്പി കൊണ്ടുപോയി ഇട്ടയിൽ അതിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ നല്ലോണം ചിക്കിയിട്ട് നമ്മൾ പിന്നെ മുറ്റടിച്ചു വരുന്ന പണിയിലാണ് കേട്ടോ. നമ്മൾ വേഗം സ്പീഡിൽ അടിച്ചു വാരി കേട്ടോ. നിങ്ങളിങ്ങനെ അടിച്ചു വാരലുണ്ടോ? അപ്പോൾ അത് ഞാൻ വേഗം സ്പീഡിലൊന്നും അടിച്ചതല്ല കേട്ടോ. അപ്പം അത് നമ്മൾ സ്പീഡ് കൂട്ടിയതാണ്. അപ്പം ഇവിടെ നമ്മൾ സ്പീഡ് കൂട്ടാൻ മറന്നു പോയിട്ടോ. അപ്പം നമ്മൾ ആദ്യം വീഡിയോ ഒക്കെ ഒന്ന് ഏകദേശം സെറ്റാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം സ്പീഡ് കിട്ടിയാൽ ബാക്കി എല്ലാം സ്പീഡ് അങ്ങോട്ട് ആയിപ്പോകും കേട്ടോ. അങ്ങനെയൊക്കെ എളുപ്പപ്പണിയൊക്കെ ചെയ്ത് കണ്ട് വീഡിയോ ഇടുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മളങ്ങനെ മെല്ലെ ഇങ്ങനെ അടിച്ചു വാരുള്ളൂ. നമുക്ക് ഊരിയും അതൊക്കെ വേദന ഉള്ള ആളാണ്. അങ്ങനെ മെല്ലെ ഇങ്ങനെ അടിച്ചു വാരും, പിന്നെ കുറച്ച് അവിടെ നിൽക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട ആരെങ്കിലും ഒന്ന് ഫോണിൻ്റെ അടുത്തേക്ക് വന്നിക്കണമെങ്കിൽ ഒന്ന് ഓഫാക്കിക്കളാന്ന് പറയണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിന് കേട്ടോ. അപ്പോൾ ആരും വന്നില്ല. ലാസ്റ്റ് നമ്മൾ തന്നെ അങ്ങോട്ട് പോയി കണ്ട് വീഡിയോ ഒക്കെ ഓഫാക്കി ബാക്കി മുറ്റൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു വാരി നല്ലോണം നീറ്റാക്കി. മഴ പെയ്താൽ നമുക്ക് ഈ കൊലയമത്ത മഴയൊക്കെ പെയ്താൽ നല്ലോണം പെട്ടെന്ന് നമുക്ക് ചണ്ടിയൊക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അടുക്കള ഭാഗമൊന്നും പിന്നെ പറയേണ്ടി വരില്ല. തീരെ ഭയങ്കര സ്ഥലമില്ലാത്ത ഭാഗമാണല്ലോ. അവിടെ ചളി വെളിയൊക്കെ ആണ്. നമ്മളെ വാർപ്പിന് തീരെ ഏറെ കുറവാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ തെറിച്ചിടും, തെറിക്കും. അപ്പോൾ നമ്മൾ മുമ്പിൽ നല്ല നീറ്റുണ്ടാവും, ഒരു ചരൽ മാതിരിയാണ്. അതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ ഈ മുറ്റും അകെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ.
അങ്ങനെ ഇന്നത്തെ മുറ്റം അടിച്ചു വാരലും അകം അടിച്ചു വാരലും തിരുമ്പേ ചിക്കലും എല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് തിന്നണ്ടേ, അപ്പം അതിനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് നല്ല ചക്കക്കുരും മുരിങ്ങേൻ്റെ ഇലയും ഒരു ചെറിയ കഷ്ണം വെള്ളരിയും ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലേനി കേട്ടോ, നല്ല അടിപൊളിയേനി. ഇതുപോലെ വെച്ച് നോക്കി മക്കളെ, നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പം പരിപ്പൊക്കെ ഇടണവർ പരിപ്പ് ഇട്ടോളി, അപ്പോൾ ഒന്നും കൂടെ രസമുണ്ടാവും. നമ്മളടുത്ത് പരിപ്പൊക്കെ അങ്ങോട്ട് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് കഷ്ണമായിട്ട് നമ്മൾ വെള്ളരി ഇടണേ. ചക്കക്കൂരൊക്കെ അതൊക്കെ നമ്മൾ വെള്ളത്തൊലിയൊക്കെ പോക്കിക്കാണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ വെള്ളരിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിക്കാണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളരി ഞാൻ ഒരു പാത്രത്തിൽ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളൊരു തക്കാളിയാണ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഒരു കഷ്ണം തക്കാളിയും കൂടെ ഉണ്ടായിന്, അപ്പോൾ ഞാൻ അതും കൂടെ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്ത്. പിന്നെ ഇതാ പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്ത്, നല്ലോണം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മുളകും പൊടി ഇട്ട് കൊടുത്തത്. ഞാൻ പച്ചക്കറിയിൽ അങ്ങനെ മുളകും പൊടിയൊന്നും ഇടില്ല. അപ്പം ഇതാ നമ്മളിതാ ഒരു അര സ്പൂണ് മുളകും പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊണ്ട് വിസിൽ അടുപ്പിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 അയിലൊക്കെ ഉണ്ട് ഇനി മീൻ പൊരിക്കാൻ വേണ്ടിക്കാണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ വെള്ളരിയൊക്കെ മുറിക്കുമ്പോഴാണ് നമ്മളെ മീൻകാരൻ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി നാളത്തേക്ക് പിന്നെ അങ്ങനെ മീനൊന്നുമില്ല, നമുക്കൊരു നേരം മുളകൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മീനൊക്കെ വാങ്ങിയിട്ട് വരണമല്ലോ. അപ്പോൾ നമ്മൾ സമ്മതിക്കുന്ന അങ്ങനെ കൂക്ക് വിളിക്കൂട്ടോ. ഇവിടെ എത്തിയാൽ നിർത്തേ ഇല്ല, കൂക്കലോട് കൂക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് നാളത്തേക്ക് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ മീനൊക്കെ പോയി കണ്ട് വാങ്ങിക്കൊണ്ടെന്നാണ് കേട്ടോ. ചെമ്മീൻ 50 ഉറുപ്പ്യ വലിപ്പമില്ല, അപ്പോൾ ഞാൻ പിന്നെ 50 ഉറുപ്പ്യക്ക് ചെമ്മീനും അയില മത്തി അങ്ങനത്തെ ഒന്നുമില്ല, എന്തെങ്കിലും ഒന്ന് മുളകിടണ്ടേ വെച്ചിട്ട് എന്തോ ഒരു സൈസ് മത്തിയാണ് കേട്ടോ, ഒരു പരന്നിട്ടുള്ള മത്തി. അപ്പോൾ അതൊക്കെ ഇന്ന് രാത്രി തന്നെ മുളക് ഇട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചക്കക്കുരൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരും വെള്ളരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. മുളകും പൊടിയൊക്കെ ഇടുന്നവരുണ്ടാവും ഇടാത്തവരുണ്ടാവും. മുളകും പൊടി ഇട്ടിട്ടില്ലെങ്കിൽ നല്ലോണം പച്ചമുളക് കൊണ്ട് അരിഞ്ഞെടുത്താൽ മതി, നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചക്കക്കുരുവിൽ മുരിങ്ങേൻ്റെ ഇല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് തളിച്ച കഴിഞ്ഞ ശേഷം നമ്മൾ ഇതാ വറവിടാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കുക്കറിൽ നിന്നാണ്ട് ഒഴിവാക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ എന്താണ് ഈ വലിയ വലിയ പാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ നമ്മൾ അടുക്കളയിൽ വാരി വലിച്ച് പാത്രങ്ങളിങ്ങനെ നിറഞ്ഞ് കിടക്കൂല. ഇതിങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വയ്യായിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നിറഞ്ഞ് കിടക്കുക എന്നല്ലാണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മളെ നല്ല അടിപൊളി ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇലയും വെള്ളരിയൊക്കെ ഇട്ടുകൊണ്ടുള്ള നല്ല അടിപൊളി കറിയേരി കേട്ടോ. നല്ല രസമുണ്ടേനി. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതിൽ ഇട്ടത് എന്താണ്, ചക്കക്കുരു വെള്ളരി മുരിങ്ങേൻ്റെ ഇല ലാസ്റ്റാണ് ഇട്ടത്. പിന്നെ ഒരു അര സ്പൂണോ 3/4 സ്പൂണോ മുളകും പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ, പച്ചമുളകും തക്കാളി. പിന്നെ അതാ നമ്മൾ മുരിങ്ങൻ്റെ ഇല കൊണ്ട് ലേശം ഉപ്പേരി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ ഇല കഴുകി ഊറ്റി വെച്ചത് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ലേശം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നമ്മളവിടെ ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ചമ്മന്തി ഇല്ലേ, നമ്മൾ പച്ചമുളക് എൻ്റെ അടുത്ത് കുറേ പഴുത്ത മുളക് ഉണ്ടായിന് കേട്ടോ. അപ്പം കുറച്ച് പഴുത്ത മുളക് അങ്ങോട്ട് ഇട്ടുകാണ്ട് ഒരു ചമ്മന്തിയും പൊടിച്ചുകാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. അപ്പം നമ്മളെ ചക്കക്കുരു കറിയും മുരിങ്ങേൻ്റെ ഇല തോരൻ എന്ന് പറയും, ഉപ്പേരി എന്ന് പറയും, പലരും പല വർത്താനവും പറയില്ലേ. അപ്പം നമ്മളിതാ ഉപ്പേരി എന്നാണ് പറയൽ, എന്തും എന്താണ് വെക്കുകയാണെങ്കിൽ ഉപ്പേരി എന്നാണ് പറയൽ. അപ്പോൾ ഇതാ നമ്മളെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നേരത്തെ ചോറൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുരിങ്ങേൻ്റെ ഇല താളിപ്പ്, മുരിങ്ങേൻ്റെ ഇല ഉപ്പേരി, മുരിങ്ങേൻ്റെ ഇല കറിയൊക്കെ ആയാൽ നമ്മൾ ആ ചൂടോടുക്ക് തിന്നിട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് വേഗം ലോറും നിസ്കരിച്ച് ചോറ് അങ്ങോട്ട് തിന്ന് പിന്നെ കുറേ ഫോണുമ്മലൊക്കെ കളിച്ചപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി മഴ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറൊക്കെ പള്ളം നിറച്ചും പിന്നെ കുറച്ചും നമ്മൾ തിന്ന് കണ്ടിട്ട് അടിപൊളി മഴ ആണ് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടു നോക്കി.